ഷൈനി ഹോംസിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തുള്ള റെജിയുടെയും സോണിയുടെയും വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നാം ഇവിടെ അവതരിപ്പിക്കുന്നത്. എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്ന രീതിയിലാണ് ഈ ലാൻഡ്സ്കേപ്പിംഗിന്റെ ഡിസൈൻ. ഏത് സമയത്തും നമുക്ക് ഇതിന്റെ സൗന്ദര്യം മതിയാവോളം ആസ്വദിക്കാം. ഇതാണ് വീടിന്റെ സിറ്റ് ഔട്ട്. ഏതാണ്ട് വീടിന്റെ സെന്റർ ഭാഗത്തായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ നേരെ മുൻഭാഗത്ത് തന്നെയാണ് സെന്റർ ചെയ്തിട്ട് തന്നെയാണ് പോർച്ചും ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റിലാണ് പോർച്ച് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷനെ ഒട്ടും ബാധിക്കാത്ത രീതിയിലാണ് പോർച്ചിന്റെ പില്ലറുകൾ നിർത്തിയിരിക്കുന്നത്. പ്രധാന വാതിൽ നാം കടന്നെത്തുന്നത് ഡ്രോയിങ് റൂമിലോട്ടാണ്. ഇതാണ് മെയിൻ ഡ്രോയിങ് റൂം. ഡ്രോയിങ് റൂമിന്റെ രണ്ട് സൈഡുകളിലായിട്ടാണ് സീറ്റ് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്.
ഡ്രോയിങ് റൂമിൽ നിന്നും നാം വളരെ സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് കടക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് 3 ബെഡ്റൂമിലോട്ടുള്ള എൻട്രികളും വരുന്നത്. ബെഡ്റൂമുകളുടെ പ്രൈവസിയെ ഒട്ടും ബാധിക്കാത്ത രീതിയിലാണ് അതിന്റെ എൻട്രികളെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് യൂട്ടിലിറ്റി റൂമിലേക്കും അടുക്കളയിലേക്കുമുള്ള ഡോറുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ വളരെ മനോഹരമായ ഒരു ഡൈനൗട്ട് ഒരുക്കിയിട്ടുണ്ട്. പെബിൾസും ചെറിയൊരു ലാൻഡ്സ്കേപ്പോട് കൂടിയ ആ ഡൈനൗട്ട് വളരെ മനോഹരമായി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഡൈനിങ് റൂമിന്റെ ഒരു വശത്തായി കോഫി ഷെൽഫുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മറുഭാഗത്തായി ഒരു TV ഏരിയ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം, ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ഈ വീടിന്റെ ലാൻഡ്സ്കേപ്പിംഗ് ഭംഗി മതിയാവോളം ആസ്വദിക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. ഒരു സൈഡിലായി ഷെൽഫുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വുഡൻ ഷെൽഫുകളാണ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിനെ ഒരു ഡ്രസ് ഏരിയയും അതിൽ നിന്നും കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ബാത്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള സെക്കൻഡ് ബെഡ്റൂമാണ് ഇത്. മാസ്റ്റർ ബെഡ്റൂമിൽ പോലെ തന്നെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്തായി വുഡൻ ഷെൽഫുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ബെഡ്റൂമിനും ഒരു ഡ്രസ് ഏരിയയും അതിൽ നിന്നും കണക്ട് ചെയ്യുന്ന രീതിയിൽ ബാത്റൂംസും കൊടുത്തിട്ടുണ്ട്.
വളരെ സ്പേഷ്യസ് ആയിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സി ഷേപ്പിലാണ് ഇതിന്റെ കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. വുഡൻ ഫ്രെയിംസ് ഉപയോഗിച്ചുള്ള കബോർഡ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്നും ലാൻഡ്സ്കേപ്പിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. കിച്ചണിൽ ഒരു സ്റ്റോറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നിന്നും വർക്ക് ഏരിയയിലേക്കാണ് നാം എൻട്രി ചെയ്യുന്നത്. ഈ വീട് ഇന്ന് നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നിരുന്നതിന്റെ പ്രധാന കാരണം ഈ വീടിന്റെ ഒരു ഭാഗത്തുള്ള ലാൻഡ്സ്കേപ്പ് നമ്മൾ പുതിയതായി ചെയ്തതാണ്. പക്ഷെ വീട് ഒരു 14 വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിരിക്കുന്നതാണ്. ഈ 14 വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത വീട് കേരള വസ്ത്രാലയം റെജിയേട്ടൻ അന്ന് വന്ന് ആവശ്യപ്പെട്ടത് എല്ലാ കാലത്തും ഇതിന്റെ പുതുമ നഷ്ടപ്പെടാൻ പാടില്ല. അതായത് ഒരു 10-20 വർഷം കഴിയുമ്പോഴും ആ വീടിന് വീടിന്റേതായ ഭംഗിയും ആ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന സൗകര്യങ്ങളും എല്ലാം അതിന് വേണം. അപ്പോൾ ആ ഒരു ഭാവിയും കൂടി കണ്ടിട്ടാണ് ഈ വീട് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഇപ്പോൾ 14 വർഷത്തിന് ശേഷമാണ് റെജി എന്ന് പറഞ്ഞ ഇതിന്റെ ഓണർക്ക് കുറച്ച് സ്ഥലം കിട്ടുകയും അതിന്റെ ഭാഗമായിട്ട് ലാൻഡ്സ്കേപ്പിംഗ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വന്നത് കൊണ്ട് അന്നൊരു ഗ്യാരേജ് സഫിഷ്യന്റ് ആയിരുന്നില്ല. ഇപ്പോൾ വണ്ടികളുടെ എണ്ണം കൂടി. അപ്പോൾ അതിനുള്ളൊരു ഗ്യാരേജും കൂടി നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്തു. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. 14 വർഷമായിട്ടും ഈ വീട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ അത്ഭുതകരമാണ്. സാധാരണ ഒരു വീടിന്റെ വർക്ക് കഴിഞ്ഞാൽ 1-2 വർഷം കഴിയുമ്പോഴേക്കും മെയിന്റനൻസും ഇല്ലെങ്കിൽ ആ വക കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരുപാട് വൾഗർ ലുക്കിലേക്ക് വരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ ഇത് മെയിന്റനൻസ് കൊണ്ട് തന്നെ യാതൊരു കുഴപ്പങ്ങളും വരാതെ ഇത്രയും കാലം നമുക്കിവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതിന് പരിപാലനം അല്ലെങ്കിൽ മെയിന്റനൻസ് ആണ് ഇതിനകത്ത് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ആ മെയിന്റനൻസ് ഈ വീട്ടുകാർ വളരെ നന്നായി നമുക്ക് ഇതിനകത്ത് നടത്തി തന്നിട്ടുണ്ട്. അതൊരു വലിയൊരു അത്ഭുതവും കൂടിയിട്ടാണ്. 14 വർഷം എന്നെല്ലാം പറയുന്നത് ഒരു വീടിന്റെ ആയുസിനെ സംബന്ധിച്ച് വളരെ വളരെ ഒരു വലിയൊരു കാലഘട്ടമാണ്. അത് നമുക്ക് ഇതിനകത്ത് ഒരുപാട് മെയിന്റനൻസ് കൊണ്ട് ഒരുപാട് ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളത് മനോഹരമാക്കുന്നു. ഞങ്ങൾക്കറിയാം, ഓരോ നാണയത്തിനും മൂല്യമുണ്ട്. പരിമിതമാണ് സമയം. വിജയിക്കാൻ ഒപ്പം വേണം ശക്തമായ ഒരു ടീം. ഒപ്പം ഒരമ്മയുടെ കരുതലും വഴികാട്ടലും. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്തെ ആദ്യത്തെ ISO 9001-2008 സർട്ടിഫിക്കറ്റ് ജേതാവ്. ബിൽഡേഴ്സ് കൺസൾട്ടൻസി രംഗത്ത് 2.5 പതിറ്റാണ്ട് കാലത്തെ സേവന പാരമ്പര്യവുമായി ഷൈൻ ബിൽഡേഴ്സ് കൺസൾട്ടൻസി.
നമ്മുടെ ഈ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ഒരു വീട് പണിയാന്നുള്ളൊരു സങ്കല്പം മനസ്സിൽ വന്നപ്പോൾ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റിയ ഒരു വീടും അതിന് മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പിങ്ങും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമോ? എന്തായിരുന്നു ഈ വീടിനെ കുറിച്ച് നിങ്ങളുടെ സങ്കല്പത്തിൽ ഉണ്ടായിരുന്നത്? അതുപോലെ തന്നെയാണോ നമുക്ക് ചെയ്തു വന്നപ്പോഴും? ഏകദേശം 14 വർഷം മുന്നേ ഞാൻ ഷൈൻ സാറെ കാണാൻ പോയപ്പോ പുള്ളി അന്ന് വലിയ പരിചയമൊന്നുമില്ല. ഒരു അങ്കിളിന്റെ കെയർ ഓഫിലാണ് ഷൈൻ സാറിനെ പരിചയപ്പെടുന്നത്. പുള്ളി ഇത്രയും മനോഹരമായിട്ട് ചെയ്യുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അന്നത്തെ സൗകര്യങ്ങൾ വെച്ച് ഇന്ന് നോക്കുമ്പോൾ ഒട്ടും സൗകര്യങ്ങൾ ഒട്ടും കുറവല്ലായിരുന്നു. നമുക്കിതിൽ കുറവുണ്ടായിരുന്നത് എങ്ങനെ വെച്ചെങ്കിൽ സൈഡിലെ സ്ഥലത്തിന് മറ്റേ കാർ പാർക്കിങ്ങിന് കുറച്ച് സ്ഥലം പരിമിതികൾ ഉണ്ടായിരുന്നു. ലാൻഡ്സ്കേപ്പും കുറവായിരുന്നു. തൊട്ടപ്പുറത്ത് നമുക്കൊരു സ്ഥലം നല്ല രീതിയിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയപ്പോൾ അതും കൂടി വീടിന്റെ ഭാഗമാക്കി ചേർത്ത് കാർ ഷെഡും അതിനോടനുബന്ധമായിട്ടുള്ള ചെടികളും വെച്ചപ്പോൾ ഈ വീട് എനിക്ക് തന്നെ തോന്നുന്നു ഇത്രയും വർഷം മുന്നേ പണിതൊരു വീടാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു പ്രൗഢിയെ ഒട്ടും കുറയ്ക്കാതെ തന്നെ നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പിംഗ് വീടിന്റെ പ്രൗഢി വളരെയധികം കൂട്ടുകയാണ് ചെയ്തത്. മനോഹരമായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അന്ന് ഷൈൻ സാർ ചെയ്യുമ്പോൾ ഷൈൻ സാറാണ് ഫുള്ളായിട്ട് എന്റെ വീട് ചെയ്തത്. ഇതിനകത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. പുള്ളി എന്റെ ഭാവനയ്ക്കനുസരിച്ച് അതിലെ ചെറിയ കുറവുകളുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നിട്ട് ഏറ്റവും നല്ല രീതിയിലാക്കാൻ ശ്രമിച്ച ഒരാളാണ്. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഇന്നും ഈ വീടിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ വെറും വൈറ്റ് വാഷിങ്ങും പെയിന്റിങ്ങും ചെയ്യാന്നല്ലാതെ വേറെ ഒരു മെയിൻ്റെനൻസും എനിക്ക് ഇതുവരെ ചെയ്യേണ്ടി വന്നിട്ടില്ല. അന്നത്തെ ക്വാളിറ്റി ഷൈൻ സാറ് ഉദ്ദേശിച്ചനുസരിച്ച് ചെയ്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ. ഇപ്പോഴും സൗകര്യങ്ങൾ ഒട്ടും കുറവല്ല തന്നെ. ഇന്നത്തെ ഒരു വീട് നിർമ്മിക്കുന്ന അതേ ഒരു സൗകര്യങ്ങൾ തന്നെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതായാലും എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് അതിൽ ലഭിച്ചിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിംഗും നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പൂർണ്ണത അനുഭവപ്പെടുന്നു. ഇന്നത്തെ കാലത്തിനനുസരിച്ച് ഈ സമയത്തിനനുസരിച്ച് നമുക്കൊരു പൂർണ്ണത ഈ ലാൻഡ്സ്കേപ്പിംഗ് കൂടി വന്നപ്പോ മനസ്സിനൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് കൂടി വന്നപ്പോൾ അത് ശരിക്കും ഒരു പൂർണ്ണമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൂമുകളൊക്കെ ആയിട്ട് തന്നെയാണ് അന്ന് ഞാൻ പറയുന്ന ചില കാര്യങ്ങള് പോരായ്മകള് വളരെയധികം എടുത്തു കാണിച്ചിട്ട് അന്ന് ചെയ്തത് ഷൈൻ സാറ് അല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു വീട് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അത്രയും കൃത്യമായിട്ട് ചെയ്തു തന്നുണ്ട്. നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും ഞങ്ങൾക്ക് അതിൽ പഠിത്തത്തിന്റെ സ്ട്രെസ്സില് വൈകുന്നേരമൊക്കെ ഒന്ന് വന്ന് റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ വന്നാലും പുറത്തൊക്കെ ഒരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ എക്സാമിനൊക്കെ കമ്പനി സ്റ്റഡി ഒക്കെ നടത്തുമ്പോഴും പുറത്തൊക്കെ വന്നിരിക്കുമ്പോൾ ഭയങ്കര റിലാക്സ് പോസിറ്റീവ് എനർജിയാണ്. ഒരു ഗ്രീനറി പറയുമ്പോൾ തന്നെ അത് വീടിനോടനുബന്ധിച്ച് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സൗകര്യമാണ്. പുറത്തെവിടെയും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ ടൈം. സൗകര്യങ്ങൾ മോൾക്ക് ഒരു ഫ്രഷ് ഫീലിംഗ് എല്ലാം. സാധാരണ കോമൺ ആയിട്ട് ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് സോയിൽ ടെസ്റ്റ്. ഒരു വീട് പണിയുമ്പോൾ നമുക്ക് സോയിൽ ടെസ്റ്റിന്റെ ആവശ്യമുണ്ടോ? സോയിൽ ടെസ്റ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണുള്ളത്? ശരിക്കും സോയിൽ ടെസ്റ്റ് ഒരു വീട് പണിയുമ്പോൾ ചെയ്യേണ്ടതുണ്ടോ? സോയിൽ ടെസ്റ്റ് അല്ലെങ്കിൽ സോയിൽ എക്സ്പ്ലോറേഷൻ എന്നെല്ലാം പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയുടെ അടിഭാഗം അത് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഹോൾ സെറ്റ് ചെയ്ത്
അത് നമ്മൾ ബിൽഡിങ്ങിന്റെ ഉയരം എത്രയാണോ ആ ഉയരത്തിനനുസരിച്ച് ആനുപാതികമായിട്ട് ഡെപ്തിൽ എന്താണ് നമ്മളുടെ ഭൂമിക്ക് അകത്ത് എന്നുള്ള അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെസ്റ്റ്. അത് പ്രധാനമായും അതിനകത്ത് ലാബറട്ടറി ടെസ്റ്റ് ഉണ്ട്, ഓർഡിനറി ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ലാബറട്ടറി ടെസ്റ്റിലുള്ള അനാലിസിസിനുള്ളതും നമ്മൾ ഡാറ്റകൾ യൂസ് ചെയ്യും. ഫിസിക്കലായിട്ട് അതായത് എൻ വാല്യൂ കണ്ടുപിടിക്കും. ഒരു എൻ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഭൂമിക്ക് എത്ര ഭാരവാഹക ശേഷി ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. എൻ വാല്യൂ 15 ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. അത് സാധാരണ കേസിൽ മൾട്ടി സ്റ്റോറി ബിൽഡിംഗിൽ വരുമ്പോഴാണ് നമ്മൾ ആ കേസ് കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സാധാരണ ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ള വീടിന് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഫിസിക്കലി തന്നെ നമുക്ക് കാണാൻ പറ്റും ഭൂമിക്ക് ഉറപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതെല്ലാം നമുക്ക് ഫിസിക്കലി തന്നെ കാണാൻ പറ്റും. അതിനേക്കാൾ താഴ്ചയിൽ അതായത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനാണ് ആ വക ടെസ്റ്റുകൾ കൂടുതലായിട്ട് ആവശ്യം. ഉയരം കൂടിയ ബിൽഡിങ്ങുകളുടെ പ്രഷർ ബൾബ്, അതായത് ഭൂമിയുടെ താഴത്തേക്ക് വരുന്ന പ്രഷർ, ആ ഹൈറ്റിനനുസരിച്ച് ആ പ്രഷർ ബൾബ് വളരെ താഴത്താണ് വരുന്നത്. ആ വരുന്ന സ്ഥാനത്ത് ഇതിന് ആവശ്യമായ ഉറപ്പുണ്ടാവുക എന്നതാണ് ഈ സോയിൽ എക്സ്പ്ലോഷൻ ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സോയിൽ എക്സ്പ്ലോഷൻ ടെസ്റ്റ് നടത്തിയാലാണ് ആ ഡെപ്തിൽ ഈ വരുന്ന ഭൂമിയുടെ എത്ര കൊണ്ട് മർദ്ദം, എത്ര കൊണ്ട് ഭാരവാഹക ശേഷി ഈ നമ്മുടെ ബിൽഡിങ്ങിന്റെ എടുക്കും, ആ ഭൂമിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നെല്ലാം അറിയുന്നതാണ് സോയിൽ എക്സ്പ്ലോറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അഥവാ ആ ഭൂമിക്ക് അതിനുള്ള ഭാരവാഹക ശേഷി ഇല്ലെങ്കിൽ ആ ചെയ്യുന്നത് പൈല്, നമ്മൾ ഫ്രിക്ഷൻ പൈല്, അതുപോലെ അണ്ടർ റിമൂഡ് പൈല്, അങ്ങനെ പല മെത്തേഡും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോയിൽ എക്സ്പ്ലോറേഷൻ ടെസ്റ്റ് നമ്മൾ പ്രധാനമായിട്ടും നടത്തുന്നത്.